നമസ്കാരം. ഈസി ജിമ്മിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പുതിയതായി ഒരു ഈസി ജിമ്മിൻ്റെ സോഫ്റ്റ്വെയർ അക്കൗണ്ട് സബ്സ്ക്രൈബ് ചെയ്തൊരു ആളാണോ നിങ്ങൾ എങ്കിൽ എങ്ങനെയാണ് ആ സോഫ്റ്റ്വെയർ നിങ്ങൾ ഉപയോഗിക്കേണ്ടത് എന്ന് മനസ്സിലാക്കുന്നതിന് മുമ്പ്, സോഫ്റ്റ്വെയർ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നതിന് മുമ്പ് ഈ സോഫ്റ്റ്വെയറിൻ്റെ ഒരു ഫ്ലോ എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കാം. ആദ്യമായി നിങ്ങൾ അത് മനസ്സിലാക്കുന്നതിനായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ജിമ്മിനകത്ത് കുറേ പ്ലാനുകളുണ്ടാവും. ഈ പ്ലാനുകൾ എല്ലാം ഇപ്പോൾ നമ്മളൊരു പുതിയ ജിമ്മ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ആദ്യം തീരുമാനിക്കുന്നത് ഈ പ്ലാനുകളാണ്. എന്ന് വെച്ചാൽ മാസം 500 രൂപയാണോ, മാസം 700 രൂപയുടെ പ്ലാനാണോ, അല്ലെങ്കിൽ 3 മന്ത് കൂടുമ്പോൾ ഒരു 1500 രൂപയാണോ, ഇത്തരം കാര്യങ്ങൾ നമ്മൾ ഡിസൈഡ് ചെയ്ത് വയ്ക്കും. ഇത് ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞ് നമ്മളൊരു ജിമ്മ് ഓപ്പൺ ആയിക്കഴിഞ്ഞാൽ, ഒരാൾ ജോയിൻ ചെയ്യാൻ വേണ്ടി വന്നാൽ നമ്മൾ ആദ്യം അയാളുടെ ഡീറ്റെയിൽസ് നമ്മൾ കളക്ട് ചെയ്യും. ഓക്കെ, ഈ ഡീറ്റെയിൽസ് കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് അദ്ദേഹത്തിൻ്റെ പേര്, മറ്റ് കാര്യങ്ങൾ ഉണ്ടാവും, അയാൾ ഏത് പ്ലാനാണ് സബ്സ്ക്രൈബ് ചെയ്യുന്നത് തുടങ്ങിയ കാര്യങ്ങളുണ്ടാവും. ഇത് കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ ഒന്നാമത്തെ സ്റ്റെപ്പ്, ഇത് നമ്മുടെ രണ്ടാമത്തെ സ്റ്റെപ്പ്. മൂന്നാമത്തെ സ്റ്റെപ്പ് സ്വാഭാവികമായിട്ടും അയാളുടെ പേയ്മെൻറ്റ് കളക്ഷനാണ്. അപ്പോൾ ഇത് തന്നെയാണ് നമ്മുടെ സോഫ്റ്റ്വെയറിൻ്റെയും ഫ്ലോ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ പ്ലാനുകൾ എല്ലാം ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. പ്ലാനുകളെല്ലാം നമ്മൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഇവിടെ നമുക്കൊരു ലെഫ്റ്റിൽ ഒരു 3 വര പോലെ കാണാം, അതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് മെമ്പർഷിപ്പ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷൻ കാണാം. ഓക്കെ, ഈ മെമ്പർഷിപ്പിനകത്ത് നിന്നാണ് ഇവിടെ നമ്മൾ പ്ലസ് ബട്ടൺ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. ഈ പ്ലസ് ബട്ടൺ നമ്മൾ അമർത്തുന്നു. നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ തീരുമാനിച്ച നമ്മുടെ പ്ലാനുകൾ മുഴുവൻ നമ്മളിവിടെ എൻ്റർ ചെയ്യുന്നു. ഇപ്പോൾ 1 മന്തിൻ്റെ ഒരു പ്ലാൻ ആണെങ്കിൽ 1 മന്ത് എന്ന് കൊടുക്കുന്നു. 1 മന്തിൻ്റെ ആണെങ്കിൽ ബില്ലിംഗ് പീരീഡ് സ്വാഭാവികമായിട്ടും ഇത് ഡിസ്ക്രിപ്ഷൻ നമുക്ക് ഇമ്പോർട്ടൻ്റ് അല്ല. ഡിസ്ക്രിപ്ഷൻ കഴിഞ്ഞാൽ നമുക്കുള്ളത് ബില്ലിംഗ് പീരീഡാണ്. അപ്പോൾ ഈ ബില്ലിംഗ് പീരീഡ് സ്വാഭാവികമായിട്ടും നമ്മൾ മന്ത്ലി പ്ലാനാണ് ഉദ്ദേശിക്കണമെങ്കിൽ ബില്ലിംഗ് പീരീഡ് എന്ന് പറയുന്നത് ജനറേറ്റ് നെക്സ്റ്റ് ബിൽ എവരി 1 മന്ത് എന്നാണ്. അപ്പോൾ നമ്മൾ ആ ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതുപോലെ ചേരുന്ന സമയത്ത് ചേരുന്ന സമയത്ത് 1500 രൂപയാണ്. എന്ന് വെച്ചാൽ മാസം 1000 ചേരുമ്പോൾ 500 ആണെങ്കിൽ ഇങ്ങനെ കൊടുക്കുക. ഇവിടെ ക്രിയേറ്റ് കൊടുത്താൽ നമ്മുടെ പ്ലാൻ ഒന്ന് സേവായി. ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് എന്താ വെച്ചാൽ, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ ജിമ്മ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഫസ്റ്റ് തീരുമാനിക്കുന്നത് നമ്മുടെ പ്ലാനുകളാണ്. അപ്പോൾ അതേപോലെ തന്നെ നമ്മളൊരു സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് നിങ്ങളുടെ ജിമ്മിൻ്റെ ഒരു ഡിജിറ്റൽ രൂപമാണ്. അപ്പോൾ അതിനകത്തും നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ പ്ലാനുകളാണ്. ഇനി അടുത്ത് നമ്മൾ 3 മന്ത് ആണെങ്കിൽ ഇപ്പോൾ നമ്മളിവിടെ പേര് കൊടുക്കുന്നു, 3 മന്ത് എന്ന് പറഞ്ഞ് പേര് കൊടുക്കുന്നു. എന്നിട്ട് ബില്ലിംഗ് പീരീഡ് നമ്മൾ സ്വാഭാവികമായിട്ടും ജനറേറ്റ് നെക്സ്റ്റ് ബിൽ എവരി 3 മന്ത് കൊടുക്കുന്നു. അഡ്മിഷൻ ഉണ്ടെങ്കിൽ 500 കൊടുക്കുന്നു. 3 മന്തിന് 2700 ആണെങ്കിൽ ക്രിയേറ്റ് കൊടുക്കുന്നു, കൺഫേം കൊടുക്കുന്നു. ഓക്കെ, ഇനി പുതിയൊരു മെമ്പറെ എങ്ങനെയാണ് ആഡ് ചെയ്യേണ്ടതെന്നുള്ളത് അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം.